നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കൗമുദി ടീച്ചർ. 1934 ജനുവരി 23 ഗാന്ധിജി ഹരിജന ക്ഷേമ ഫണ്ട് പിരിക്കുന്നതിനായി വടകരയിലെത്തി. വടകരയിലെ പുറമേരി സ്കൂളിന്റെ മുറ്റം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. സ്ത്രീകളും കുട്ടികളും അടങ്ങിയ വഞ്ചനാവലി തന്നെ അവിടെ ഉണ്ടായി. അവിടെ എത്തി അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നിങ്ങൾ നന്നായി വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു, ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്നു. ആഭരണങ്ങൾ ആഹാരമോ ആഭരണമോ ഇല്ലാത്ത ദശലക്ഷക്കണക്കിന് ആളുകൾ ഭാരതത്തിലുണ്ട്. രാജ്യത്തോട് സ്നേഹമുള്ളവർ ആഭരണങ്ങൾ ഊരിത്തരിക. അത് ഞാൻ ദരിദ്രർക്കുള്ള ആഹാരമായി മാറ്റട്ടെ. അത് പറഞ്ഞ് ഗാന്ധിജി പ്രസംഗം അവസാനിച്ചപ്പോൾ സദസ്സിൽ നിശബ്ദത പരന്നു. ചില സ്ത്രീകൾ കഴുത്തിലെ ആഭരണങ്ങൾ കാണാതിരിക്കാൻ സാരി കൊണ്ട് പൊത്തിപ്പിടിച്ചു. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ ഒരു പെൺകുട്ടി എഴുന്നേറ്റു. അവൾ മുന്നോട്ടു നടന്നു. 16 വയസ്സുള്ള അവൾ ഗാന്ധിജിയുടെ മുന്നിൽ ചെന്ന് നിന്നു. ഗാന്ധിജിക്ക് കൗതുകം തോന്നി. അവൾ ഗാന്ധിജിയെ നോക്കി പുഞ്ചിരിച്ചു. അവൾ മാലയും കമ്മലും വളയും ഊരി ഗാന്ധിജിയുടെ മുന്നിൽ വെച്ചു. ഗാന്ധിജിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഗാന്ധിജി ചോദിച്ചു, കുട്ടിയുടെ പേരെന്താ? കൗമുദി. നല്ല പേര്. ഈ ആഭരണങ്ങൾ ഇഷ്ടപ്രകാരമാണോ തന്നത്? അച്ഛനും അമ്മയും വഴക്ക് പറയില്ലേ? ഇല്ല, ഇത് അറിഞ്ഞാൽ അവർ എന്നെ അഭിനന്ദിക്കും. ഗാന്ധിജി ആ കുട്ടിയെ അഭിനന്ദിച്ചു. അവളുടെ ഓട്ടോഗ്രാഫിൽ ഇങ്ങനെ കുറിച്ചിട്ടു, നിന്റെ ത്യാഗം അലങ്കാരമാകുന്നു. ഗാന്ധിജിക്ക് ആഭരണങ്ങൾ അയച്ചു കൊടുത്തു. കൗമുദി കണ്ണൂർ ജില്ലയിലെ കാടാച്ചിറയിൽ കൊടുത്ത രാജകുടുംബമായിരുന്നു. ഗാന്ധി ലളിത ജീവിതം നയിച്ച് അവൾ പിന്നീട് ആഭരണങ്ങൾ അണിയാത്ത അധ്യാപികയായി മാറി. ഗാന്ധിജിയുടെ പാത പിന്തുടർന്ന് അവൾ മരണം വരെ ജീവിച്ചു. സ്വാതന്ത്ര്യ ദിനം ആശംസകൾ.